സംസ്ഥാനത്ത് ജൽജീവൻ മിഷൻ താറുമാറായെന്ന് പ്രതിപക്ഷം. ടാപ്പ് തുറന്നാൽ കാറ്റിന്റെ ഒച്ച പോലും കേൾക്കാനില്ലെന്നാണ് പരിഹാസം. എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. റോഡ് പൊളിക്കാതെ പദ്ധതി നടപ്പിലാക്കാനാകില്ല എന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ജലജീവൻ മിഷൻ താളം തെറ്റിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. സർക്കാരിന്റെ അനാസ്ഥയും പിടിപ്പുകേടും കാരണം പദ്ധതി അട്ടിമറിക്കപ്പെട്ടതായി അവതരണാനുമതി തേടിയ അനൂപ് ജേക്കബ് ആരോപിച്ചു. പദ്ധതികൾ വിപുലീകരിക്കാതെ നിങ്ങൾ 20 ലക്ഷം കണക്ഷൻസ് കൊടുക്കുമ്പോൾ എന്താണ് സാർ സംഭവിച്ചത്? വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നവരും വെള്ളം ഇല്ലാണ്ടായി, കണക്ഷൻ കിട്ടിയവർക്കും വെള്ളമില്ലാത്ത അവസ്ഥയായി. 6 ലക്ഷം പുതിയ കണക്ഷൻസ് കിട്ടിയവർക്ക് പൈപ്പ് തുറന്നാൽ കാറ്റിന്റെ ഒച്ച പോലും അതിൽ കൂടെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ ഇന്ന് കേരളത്തിലുള്ളത്. കേന്ദ്ര ഫണ്ട് ലാപ്സായിട്ടില്ലെന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ മറുപടി. റോഡ് വെട്ടിപ്പൊളിക്കാതെ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല. 51,000 കിലോമീറ്റർ റോഡുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. പദ്ധതി വഴി എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് 23.5% നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് 54% മാത്രമല്ല, പുതിയ വെള്ളം കൊടുക്കേണ്ട പദ്ധതികൾ ഓൺഗോയിങ് നിൽക്കുകയാണ്. അത് നടപ്പിലാക്കി കഴിയുമ്പോഴാണ് പൂർണ്ണതോതിലേക്ക് എത്താൻ കഴിയുന്നത്. വരുന്ന 1.5 വർഷക്കാലം കൊണ്ട് നല്ല നിലയിൽ പുരോഗതി പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിക്കുകയാണ് ആവശ്യം. 44,715 കോടിയുടെ പദ്ധതി കാലാവധി പൂർത്തിയായപ്പോൾ 4/1 തുക പോലും ചെലവാക്കിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കൃത്യമായ സർവേ നടത്തുകയോ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയോ ചെയ്തില്ല. കണക്ഷൻ പൂർത്തിയാകുമ്പോൾ നിലവിൽ ലഭിക്കുന്നവർക്കും കുടിവെള്ളം ലഭ്യമല്ലാതാകുമെന്നും വി ഡി സതീശൻ. നോർമൽ കോഴ്സിലുള്ള പ്രോജക്റ്റുകൾ ഒന്നും നടപ്പാക്കാതെ നിൽക്കുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റുകൾ തന്നെ ഓഗ്മെന്റേഷൻ വേണം എന്നാവശ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ നിലവിലുള്ള പ്രോജക്റ്റിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുകയും പുതിയ സോഴ്സ് ഉണ്ടാകാതിരിക്കുകയും ചെയ്ത് കേരളത്തിലെ ശുദ്ധജല വിതരണ സംവിധാനം മുഴുവൻ പാളിപ്പോകുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം.